ഇബ്നു തൈമിയ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യോദയം വരെ ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ചതാ, സഹാബത്ത് പഠിപ്പിച്ചതാ. ചോദിച്ചോ തിരിച്ച്? വഹാബികളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ബിഷ്ത മുജാഹിദിനോട് ചോദിച്ചു ആ സ്റ്റേജിൽ നിന്ന് സുന്നിപക്ഷം. പക്ഷേ ഫൈസൽ മൗലവി എന്താ അതിന് ഉരുണ്ട് കളിക്കുക എന്നല്ലാതെ അതിന് മറുപടി പറഞ്ഞു. ഇബ്നു തൈമിയ പറഞ്ഞതൊന്നും ഇവിടെ തെളിവല്ല, അതൊന്നും അല്ല നമുക്ക് ഇവിടെ പ്രമാണം, നമ്മൾ പ്രമാണത്തിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇബ്നു തൈമിയ തള്ളൂ, ഇനി ഒരു മേലാൽ ഇബ്നു തൈമിയയുടെ വർത്തമാനം പറയരുത് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇബ്നു തൈമിയക്ക് ഈ വിഷയത്തിൽ എവിടുന്നാണ് തെളിവ് കിട്ടിയത് ഈ ഒരു അമല് ചെയ്യാൻ? ഈ ഖൈറാത്തുകൾ, ഈ അമാലുകൾ, ഈ ഹസനായ അമാലുകൾ ചെയ്യാൻ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, അതേപോലെ തന്നെ വഹാബി ആചാര്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത്, അവരെ തലതൊട്ടപ്പന്മാർ. ഈ ചോദ്യത്തിന്റെ മുമ്പിലാണ് വഹാബികൾ പത്തിമടക്കേണ്ടി വന്നത്. അതുപോലെ 1950കളിൽ KM മൗലവി അവരുടെ പ്രസ്ഥാനം രൂപീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളായ ആളുകൾ അവർ അൽ മുർഷിദിലും അവരുടെ പുസ്തകങ്ങളിലും ഒക്കെ പറഞ്ഞ കാര്യം, അവരാഘോഷിച്ച കാര്യം, അവരാഘോഷിച്ചില്ലേ നബിദിനം? അവരത് അനിസ്ലാമികമെന്നോ ബിദ്അത്ത് എന്നോ ശിർക്ക് എന്നോ പറഞ്ഞു? ഇല്ലല്ലോ, അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചോദ്യത്തിന് ഫൈസൽ മൗലവിക്ക് ഉത്തരമില്ല. പിന്നെ അദ്ദേഹം തിരിച്ചു പറയുന്നത് നബിദിനാഘോഷം പ്രമാണങ്ങളിലില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. ഖുർആനിലും ഹദീസിലും ഉള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് തിരിച്ചു ചോദിച്ചു. ഖുർആനിലും ഹദീസിലും ഉള്ളത് നിങ്ങളാണോ തീരുമാനിക്കൽ? സുന്നികൾക്ക് എപ്പോഴും എക്കാലത്തും ഈ വിഷയകമായി ഒന്നേ പറയാനുള്ളൂ, ഖുർആനും ഹദീസും കൃത്യമായി അതിനെക്കുറിച്ചുള്ള ഗവേഷണം, അതിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കാൻ നമ്മളാരും മുജ്തഹിദുകളല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, സുന്നികൾ എക്കാലത്തും അതാണ് സ്വീകരിക്കുന്നത്. അവിടെ നിൽക്കുന്നത് കൊണ്ട് സുന്നികൾക്ക് പിയക്കില്ല. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് ആദർശ വിഷയത്തിൽ ഒരുപാട് കക്ഷികളായി മാറിയത്? വസീലത്തു ഷിർക്ക് അവർക്കിടയിൽ എത്രയാണ്? ഇപ്പോൾ വിസ്ഡം മുജാഹിദിന്റെ വസീലത്തു ഷിർക്ക് അത് അവതരിപ്പിച്ച വിസ്ഡം മുജാഹിദിനെ മറ്റുള്ള ആളുകൾ കുഫറും മുശ്രിക്കൊക്കെ ആക്കി മാറ്റുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അവർക്ക് ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കാനുള്ള കാരണം സ്വയം മുജ്തഹിദായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വയം മസ്അല കണ്ടെത്തുന്ന ആളുകളായി മാറിയത് കൊണ്ടാണ്. 9 ചോദ്യം ചോദിച്ചു പോയും ഫൈസൽ മൗലവിക്ക് ഒരു മറുപടിയുമില്ല. ഷിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുജാഹിദ് പ്രസ്ഥാനം ഷിർക്കാക്കിയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം നബിദിനാഘോഷം ഷിർക്കാണ് എന്ന്, കേവലം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അൽമനാർ ചൂണ്ടിക്കാണിച്ചു, ഉമർ മൗലവിയുടേതാണ് അൽമനാർ. ആ ഉമർ മൗലവി അതിൽ നബിദിനാഘോഷം തന്നെ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ അവരെ വിട്ടില്ല. നമ്മുടെ പണ്ഡിതന്മാരിൽ, ഇസ്തിഖാമയുടെ ചുണക്കുട്ടികളിൽ അമീർ ഹുസൈൻ ഹുദവി കൃത്യമായി നബിദിനാഘോഷം അംഗീകരിച്ച പണ്ഡിതന്മാരെക്കുറിച്ച്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്കലാനി, ഇബ്നു ഹജറുൽ ഹൈതമി, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമ, അഹമ്മദ് സർഹിന്ദി, ഷാ വലിയുല്ലാഹി ദഹ്ലവി തുടങ്ങിയിട്ടുള്ള മഹാപണ്ഡിതന്മാരുടെ ഒരു നിര അവിടെ വെച്ചുകൊണ്ട് വായിച്ചു. നബിദിനം അംഗീകരിച്ചവരുടെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഇവരെല്ലാം നബിദിനം അംഗീകരിച്ച പ്രാമാണിക പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞപ്പോൾ കാമ മിണ്ടിയില്ല. എങ്ങനെ മിണ്ടും? അവരുടെ അപ്പോസ്തലന്മാരായ ആളുകൾ തന്നെ നബിദിനാഘോഷം കഴിച്ചു. ഇബ്നു തൈമിയ പോലും ആഘോഷിക്കാൻ പറഞ്ഞ ലഹു അജ്റുൻ അലീം വത്തിഖാദുഹു മൗസിമൻ, ലഹു അജ്റുൻ അലീം, നബിയുടെ മീലാദ് ആഘോഷ പരിപാടി അത് ആഘോഷമാക്കി കൊണ്ടാടൽ അവന് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് ഇബ്നു തൈമിയ, അവരുടെ ഷെയ്ഖുൽ ഇസ്ലാം എന്നവർ പറയുന്ന ഇബ്നു തൈമിയ പോലും തൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോൾ എന്ത് പറയാനുണ്ട്? അല്ലെങ്കിൽ അയാൾ എന്ത് മറുപടിയാണ് പറഞ്ഞത്? സാധാരണക്കാരൻ പോലും പറയാണ്, സുന്നി കുട്ടികൾ അവരെ പിടിച്ചു നിർത്തി, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ
ഫൈസൽ മൗലിയെ പ്രതിരോധത്തിലാക്കിയ ഏറ്റവും വലിയ വിഷയമാണത്. കാരണം വഹാബി അപ്പോസ്തലന്മാരെ തള്ളാൻ അവർ തയ്യാറാകുമോ? തള്ളിക്കഴിഞ്ഞാൽ അവരടപ്പൂരും. പിന്നെ അവിടെ പ്രസ്ഥാനമില്ല. അവർ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്, അവർ സംഘടനയുണ്ടാക്കിയത് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്നു തൈമിയ ഏതടിസ്ഥാനത്തിലാണോ നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രവർത്തനം ചെയ്ത് അത് സുന്നി പ്രവർത്തകർ ചോദ്യം ചെയ്തു, പണ്ഡിതന്മാർ ചോദ്യം ചെയ്തു, ഫൈസൽ മൗലവിക്ക് മറുപടിയില്ല. പിന്നെ ഉച്ചക്ക് ശേഷം നടന്ന സെക്ഷൻ, അവിടെ തെളിവുകളുടെ മാലപ്പടക്കങ്ങളാ. മാഷാ അല്ലാഹ്, നമ്മുടെ മുജ്തബ ഫൈസി ഇടക്കൊക്കെ ഇടപെട്ട് മാത്രമല്ല, അവസാനത്തെ ക്ലൈമാക്സ് ഉച്ചക്ക് ശേഷം ആഫ്റ്റർനൂൺ സെക്ഷൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ സ്ഥിരം പ്രസംഗം നടത്തി അയാളുടെ ആ പ്രസംഗം തന്നെ അത് പാടുകയാണ്, ആ പഠിച്ചത് പാടുക. അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ പ്രസംഗം എഴുതി കൊടുത്താൽ അവരതുപോലെ അത് പാടും പോലെ ഇയാളെ അത് കേൾക്കാൻ അവിടെ പോവേണ്ടിയിരുന്നു. മുജ്തബ ഫൈസി അതിൻ്റെ ഇടയിൽ കയറി കളിയാക്കി അദ്ദേഹത്തെ. പഠിച്ചത് പാടാൻ ഇവിടെ വരണ്ടോ? നിങ്ങളുടെ പ്രസംഗം യൂട്യൂബിൽ ഓഡിയോ ഒക്കെ അല്ലേ. ഇതിനാഘോഷം ശിർക്കാണ് വിദഅത്താണെന്ന് പറയാൻ. ഇപ്പം ഏതായാലും ഒരു കാര്യം കൂടെ ചെറുവാടി സംവാദത്തോടു കൂടെ സമ്മതിച്ചു കഴിഞ്ഞു. മിസ്റ്റർ മുജാഹിദ് വഹാബി പ്രസ്ഥാനം സമ്മതിച്ചു കഴിഞ്ഞു. എന്ത്? ആ സംവാദം കൊണ്ടുള്ള വിജയമാണത്. നബിദിനാഘോഷം ശിർക്കല്ല, നബിദിനാഘോഷം ശിർക്കല്ല എന്ന് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ ഇബ്നു തൈമിയ പോലെയുള്ള ആളുകൾ നന്മകൾ ചെയ്ത, ഹസനാത്തുകൾ ചെയ്ത, അത് നബിയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബികളുടെ കാലത്തോ ഇല്ലാത്ത കാര്യം ചെയ്ത ഇബ്നു തൈമിയ മുബ്തദിയാണോ? കെ മൗലവി മുബ്തദിയാണോ? കെ മൗലവി മുബ്തദിയാണോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആ ഭാഗം പോലെ തൊട്ടില്ല. വീണ്ടും വീണ്ടും മൗലവി ആ സ്റ്റേജിൽ നിന്ന് വേറെ മറ്റുള്ള എല്ലാ മൗലവിമാരും സ്തംഭിതരായി മൂക്കത്ത് കൈവച്ച് താടി ചൊറിയുകയായിരുന്നു. കാരണം അവർക്കറിയാം ഞങ്ങൾ കയറിയാലേ കുട്ടികൾ പൊളിച്ചടക്കും. കാരണം അന്ന് ചെറുവാടിയിൽ എനിക്ക് ഖണ്ഡനം നടത്തിയ ഒരാളുണ്ടായിരുന്നു, LCD ഒക്കെ വെച്ചിട്ട്. അയാളാണ് മൂസ സലാഹി. അയാൾ ആ സ്റ്റേജിലുണ്ട്. അയാൾക്കറിയാം ആൾ കയറി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പിടിക്കും, അവിടെ വെറിയാകും, ഉടുത്തേ തൂറി പോണ്ടി വരും എന്ന് മനസ്സിലായ അവർ ഒറ്റ കുട്ടി മിണ്ടിയില്ല. പിന്നെ ഈ ആളാണല്ലോ വായിൽ നിന്നെടുത്താൽ മുഴുവൻ നുണ പറയുന്ന, നമുക്കറിയാം AI കാലാണത്. അവിടെ ഒരു കുട്ടി മലപ്പുറത്ത് പിടിച്ചു, ഒരു തങ്ങൾ, ഒരു സയ്യിദ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എവിടെയും പറയാത്ത. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ചെറുവാടി സംവാദം അത് വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവരവരുടെ ആചാര്യന്മാരെ തള്ളേണ്ടി വന്നു. മാത്രമല്ല നബിദിനാഘോഷം ശിർക്കല്ല എന്ന് പച്ചയിൽ പറയേണ്ടി വന്നു. നബിദിനാഘോഷം ശിർക്കാണ്, നബിദിനാഘോഷം എന്നത് തന്നെ ശിർക്കാണ് എന്ന് ഉമർ മൗലവി എഴുതിയത് സുന്നിപക്ഷം വായിച്ചപ്പോൾ അവിടെ അത് ഇല്ല എന്നോ അല്ലെ അത് നിഷേധിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. മറ്റൊന്ന്, അത് പുണ്യകർമ്മമാണ് എന്ന വിഷയത്തിൽ സുന്നികൾക്ക് അത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുജ്തബ ഫൈസി തൻ്റെ ഊയം വന്നപ്പോൾ തെളിവുകളുടെ മാലപ്പടക്കങ്ങൾ നിരത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറഞ്ഞതും ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതും മഹാനായ ഇമാം അബൂ ശാമ പറഞ്ഞതും ബഹുമാനപ്പെട്ട അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഗ്രന്ഥത്തിൻ്റെ ഉദ്ധരണിയോടുകൂടെ പറഞ്ഞു. വിശുദ്ധമായ ഖുർആൻ അസംബന്ധമായ എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ സംഭവം, ഇതൊക്കെ പിന്നീട് പറയാൻ കാരണം എന്താ? മുനാദറ അറിയുന്ന ആളുകളാണ് ഇസ്തിഖാമയുടെ ആളുകൾ. ഓലിങ്ങനെ ചോദിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നബിദിനാഘോഷത്തിന് തെളിവ് ഖുർആനിലുണ്ടോ? ഉണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹൂ എന്ന് ഓതുന്ന പോലെ വിചാരിച്ചത്. അങ്ങനെ ഓതിയാൽ ഐറ്റങ്ങൾ അത് അംഗീകരിക്കുമോ? അപ്പം അതുകൊണ്ട് അത് ആ സമയത്ത് കുറിക്കട് കൊടുത്ത് ഈ ആയത്തും അതിൻ്റെ വിശദീകരണം. അപ്പോൾ ഫൽയഫ്റഹൂ എന്നതിലായി പിന്നെ ചർച്ച. ഉച്ചയ്ക്ക് ശേഷമുള്ള ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഫൈസൽ മൗലവി ഒന്നാമത്തെ സെക്ഷനിൽ തന്നെ ചോദ്യം അങ്ങോട്ട് തുടങ്ങിയപ്പോഴൊക്കെ തന്നെ വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട്. സംവാദം തീരുന്നതിന് മുമ്പ് എത്ര വെള്ളമാണോ കുടിച്ചതിന് കയ്യും കണക്കുമില്ല. കൂറുള്ളവരിങ്ങനെ നമ്മളിപ്പുറത്തുനിന്ന് മറുപടി പറയുമ്പോൾ
കൂടുള്ള മൗലവിമാർ ചാടി എണീച്ചിട്ടും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഇയാളെ തോണ്ടി ഇങ്ങനെ പറയുന്ന ദൃശ്യം നമുക്ക് ആ ദയനീയ രംഗം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആ ചെറുവാടി സംവാദത്തിൻ്റെ അവരുടെ ആ മുഖം ഒരൊറ്റൊന്നിൻ്റെ മുഖത്ത് നോക്കിയുള്ളൊരു ഈമാൻ വിളിച്ചല്ലോ. സുന്നിപക്ഷം എന്തൊരു നല്ല ശോഭ, ഒരു പേടിയില്ലാതെ ഇവരെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ് നമ്മുടെ ചോട്ട നേതാക്കന്മാർ, എന്നാൽ അവരുടെ ഇൽമ് അതൊന്ന് പറയേണ്ടത് തന്നെയാണ്. ഇസ്തിഖാമ അവർ തയ്യാറായി പ്രത്യേകം സ്റ്റഡി ആയിട്ട് വന്ന ആളുകളാണ്. അവരുടെ മുമ്പിൽ ഫൈസലിനെ മാത്രമേ ഓരോ പ്രസ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ. കാരണം ഫൈസൽ മൗലവി പിന്നെ എന്തും പറയല്ലോ, ഏതും ന്യായീകരിച്ച് തനിക്കാക്കി ബടക്കാക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് പ്രശ്നമില്ല. കാരണം നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരം മാറ്റി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഉണ്ടാവില്ല, അത് അപ്പോഴത്തേന് മാറ്റിയിട്ടുണ്ടാവും. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് അവസാനം പോകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന മ്ലാനത, ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ പിടിച്ചു. അവസാനം മുജിത്തബ ഫൈസിയും അതുപോലെ തന്നെ എല്ലാവരും വ്യത്യസ്തമാണ്. അമീർ ഹുസൈൻ ഉദവി ആയാലും, അൻവർ ഫൈസി ആണെങ്കിൽ, പിന്നെ അൻവരി ആണെങ്കിൽ, ശിഹാബുദ്ദീൻ അൻവരി ആണെങ്കിലും, അങ്ങനെ എല്ലാവരും വ്യത്യസ്തമായ പെർഫോമൻസ്, ഒരു നല്ല പെർഫോമൻസ് തന്നെ അവിടെ കാഴ്ചവെച്ചു. അവസാനം പിന്നെ ഫല്യഫ്രഹുലായി പിന്നെ ഫൈസൽ മൗലവിയുടെ കളി, ഫല്യഫ്രഹു, അവർ സന്തോഷിക്കട്ടെ എന്ന്. ആ സന്തോഷിക്കൽ നമ്മൾ പറഞ്ഞ നബിദിന റസൂലിൻ്റെ വരവിൽ പിന്നെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കൽ, അവിടുത്തെ വരവ്, അവിടുത്തെ ജനനം അത് നിഅ്മത്താണ് എന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. മുസ്ലിം ലോകം പഠിപ്പിച്ചത് അങ്ങനെയാണ്. റസൂലുള്ളാഹിയുടെ ജന്മദിനം അത് നിഅ്മത്താണ്. ഇവരെന്താ പറഞ്ഞത്? അതൊരു പട്ടിക്കുട്ടി, ഒരു പശുക്കുട്ടി ഇവിടെ പ്രസവിച്ചാൽ എങ്ങനെ, അതുപോലെ സാധാരണ ഒരു പശുക്കുട്ടി പ്രസവിക്കുകയല്ലേ, പശുക്കുട്ടി പ്രസവിച്ചാൽ എങ്ങനെയാണ്, അതിനെന്താ പ്രത്യേകത ഉണ്ടോ? അതേപോലെ ഒരു പ്രത്യേകതയും ഇല്ല. ഇത് പഠിപ്പിച്ച ആളുകളാ, അല്ല എന്ന് പറയാൻ പറ്റും. ഇവരെ പുസ്തകത്തിൽ എഴുതി വെച്ചത് നമ്മൾ വായിച്ചു, അത് അവർ നിഷേധിക്കട്ടെ. ഇത് ഷിർക്കാണ് എന്ന് മുമ്പ് വരെ എഴുതി വെച്ചത് നമ്മൾ വായിച്ചു. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി, ഷിർക്കല്ല. ചെറുവാടി സംവാദത്തിന്റെ വിജയമാണ്. ഫൈസൽ മൗലവിന്റെ നാവ് കൊണ്ട് പറയിപ്പിച്ചു നബിദിനാഘോഷം ഷിർക്കല്ല. മാത്രമല്ല, നബിയുടെ ജനനം അത് നിഅ്മത്താണ് എന്ന് അംഗീകരിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. അത് പോരെ സംവാദം വിജയിച്ചു എന്ന് പറയാൻ? എന്തിനാണ് കൂട്ടരെ സംവാദം എന്ന് ചോദിക്കുന്ന ചില മൂന്നാം മുന്നണിക്കാർ. എന്തിനാണ് സംവാദം? കുറെ പൈസ മുടക്കി, അതിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ പറയുന്നു ഇതിനാണ് സംവാദം. ഇതുവരെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളെ അവിടുന്ന് എല്ലാം അവർ വീങ്ങേണ്ടി വന്നു. നബിദിനം ശിർക്കല്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം അനുഗ്രഹമാണ്, നിഅ്മത്താണ് എന്ന കാര്യം